മഞ്ഞുമലൊരു എന്താ പറയുക ഒരു നിറത്തിളക്കത്തിൻ്റെ രീതിക്കാണ്. അത് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? അത്രയും അവാർഡ് അത്രയും നല്ലൊരു ഫിലിമിൻ്റെ ഭാഗമായ വലിയൊരു ഡയറക്ടറോടും എന്നെ കാസ്റ്റ് ചെയ്ത ഗണപതിയോടും എല്ലാവരോടും താങ്ക് യു. പിന്നെ ആ ടീമിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഡയറക്ടേഴ്സാണ്. മലയാളത്തിലും തമിഴിലും ഒരു ഹിറ്റായിരുന്നല്ലോ എല്ലാവർക്കും. എല്ലാവരും എന്നോട് പറയുന്നത് വെച്ചാൽ പൊട്ടാതെ നേരം പൊട്ടിച്ചു കളഞ്ഞു. ആ ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. ഇപ്പോൾ ചിദംബരം മികച്ച സംവിധായകനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചേച്ചിയെ സംബന്ധിച്ച് ചിദംബരം എന്ന ഡയറക്ടറിനകത്ത് കണ്ട ഏറ്റവും വലിയ ഗുണമുണ്ട്. ചിദംബരം നമ്മളടുത്ത് വന്നിട്ട് ചെയ്യാം ചേച്ചി കട്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഒരു ഡയറക്ടർ അങ്ങനെയൊക്കെയല്ല, അത് നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യണം, ചേച്ചിക്ക് തോന്നുന്ന ഫീൽ എന്താണ് അങ്ങനെ ചെയ്യാൻ പറയും. നമുക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്യാൻ പറയും. ഇപ്പോൾ ക്ലൈമാക്സ് ഒക്കെ ചേച്ചിയാണ് ഏറ്റവും വലിയൊരു ഇമോഷണൽ സീൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് ശരിക്കും അത് നറേറ്റ് ചെയ്തത്? അപ്പം ചേച്ചിയുടെ രീതിക്ക് ചെയ്തോളാൻ പറഞ്ഞോ അതോ? അല്ല, വന്ന് പറഞ്ഞു ഇങ്ങനെ ഇതിനോട് സംഭവമാണ്. ഞാൻ ഷൂട്ട് തുടങ്ങി, എൻ്റെ ഷൂട്ട് തുടങ്ങി 2-ാം ദിവസം ഇത് ചെയ്തു. എന്നോട് പറഞ്ഞു സംഭവം ഇതാണ്. ആ നമ്മൾ അറിയാതെ കുറേ ആൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മകനെ രക്ഷിച്ചത് ഈ ആളാണെന്ന് അറിയുമ്പോഴാണ് ആ ഇമോഷൻ കൊടുക്കാൻ. ചേച്ചി അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് സൗഭിക്കായാലും കുറേ പേർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു. 15 സ്റ്റേജിൽ ഘോഷാലിനെ അഭിനയിച്ചിരിക്കുന്നവർ 10 അവാർഡ്. അവരുടെയൊക്കെ എന്താണ് ഈ സമയത്ത് പറയുന്നത്? എത്രത്തോളം എല്ലാവരും അറിയിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ അജയൻ അതിൻ്റെ ആർട്ട് കയറിയപ്പോഴേ അത് കാണാൻ കയറിയപ്പോഴേ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇത് ഒറിജിനൽ എല്ലാവർക്കും അറിയാം. എന്നാലും വീഴുമ്പോൾ തൊട്ടിരിക്കാൻ പറയോ ഇതിൻ്റെ അവാർഡാണ് ഉറപ്പാണ് കേട്ടോ. അടിപൊളി വർക്കല്ലായിരുന്നു അതെല്ലാം. എല്ലാവർക്കും മ്യൂസിക്കാണെങ്കിലും സീനാണെങ്കിലും എല്ലാം അതെ വേടൻ്റെ പാട്ട് എല്ലാവരും അർഹിക്കുന്നതാണ് കിട്ടിയിരിക്കുന്നത്. അവരത് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഇനി വരുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? ഇനി സാറിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അമരാജ് ആശാൻ വരാനുള്ളത്. പിന്നെ വേറൊരു പടം അടുത്ത മാസം. അതർ ലാംഗ്വേജ് ഇല്ല അത് മലയാളം. ഓക്കെ ചേട്ടാ, താങ്ക് യു.